എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു ഗ്രീൻ പീസ് മസാലക്കറി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വളരെ പെട്ടെന്നും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നല്ലൊരു ഗ്രീൻ പീസ് മസാലക്കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇനി കുക്കിങ്ങിലേക്ക് പോകാം. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ആവശ്യമുള്ളതെന്നും നോക്കാം. ഇതിനായി ഞാൻ ആദ്യം ഇതുപോലെ ഒരു 200 ഗ്രാം ഗ്രീൻ പീസാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ രാത്രിയിൽ കുതിർത്ത് വെച്ച ഗ്രീൻ പീസാണ്. അപ്പോൾ ഇത് നല്ലോണം കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഗ്രീൻ പീസിനെ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു കുക്കറിൽ ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വേവിച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി കുക്കറൊന്ന് അടച്ച് ഒരു 2 വിസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നല്ലോണം കുതിർന്ന ഗ്രീൻ പീസ് ആയതുകൊണ്ട് തന്നെ ഇതൊരു 2 വിസിലൊക്കെ മതിയാകും. അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ച് വിസിലിൻ്റെ എണ്ണയൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി എടുക്കാം. ഇനി ഇത് വേവുന്ന സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാം. ഞാൻ ഇതുപോലെ ഒരു പാൻ വെച്ച് ചൂടായി വന്നതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് അല്പം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ജീരകം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഒന്ന് മൂത്ത് തുടങ്ങുമ്പോൾ ഇതിലേക്ക് അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ചതച്ച് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് അത് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് അല്പം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 പച്ചമുളകും കൂടി ഇതിലേക്ക് കൂട്ടിയെടുക്കാം. ഇനി എല്ലാം കൂടി ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു ഉള്ളിയാണ്. ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മസാല അല്പം അധികം വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിയുടെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാം. ഇനി ഉള്ളി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം ഈ ഒരു എണ്ണയിൽ. അപ്പോൾ ഞാനിതൊരു അല്പം കറി മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അല്പം മസാലയൊക്കെ നല്ല ഗ്രേവിയോട് കൂടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാം. അങ്ങനെ ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് അല്പം മസാലപ്പൊടികളാണ്. അപ്പോൾ ആദ്യം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് കാശ്മീർ ചില്ലി പൗഡറാണ്. അപ്പോൾ 1 ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതോടൊപ്പം തന്നെ മീറ്റ് മസാലപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. 1 ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടിയാണ് ഇതെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ഇറച്ചിക്കറിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റിലാണ് ഈ ഒരു ഗ്രീൻ പീസ് മസാലക്കറി ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ അല്പം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഇത് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ സമയം ഫ്ലെയിമൊക്കെ നല്ലോണം കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ പെട്ടെന്നെല്ലാം കരിഞ്ഞു പോകും. ഇപ്പോൾ മസാലപ്പൊടിയെല്ലാം 1 മിനിറ്റോളം ഇതുപോലെ ഒന്ന് ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. അപ്പോൾ ഒരു മീഡിയം സൈസ് തക്കാളി കൂടി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഇതിലേക്ക് അല്പം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഉള്ളിയുടെ അളവും അതുപോലെ തന്നെ തക്കാളിയുടെ അളവൊക്കെ കുറച്ച് കൂട്ടിയെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു ഗ്രേവിയൊക്കെ ആയിട്ട് കിട്ടും കറി. ഇനി മസാലയിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മസാല ഇതുവരെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് ഈ തക്കാളിയൊക്കെ വെന്ത് വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു കറി റെസിപ്പി കൂടിയാണിത്. അതുപോലെ തന്നെ ഇത് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു മസാലക്കറി കൂടിയാണ്. അപ്പോൾ ഈ കറി ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അങ്ങനെ ഇപ്പം മസാലയൊക്കെ ഏകദേശം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അടച്ച് വെച്ച് ഒരു 3 മിനിറ്റെങ്കിലും ഇതിനൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വരും.
അങ്ങനെ ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്ന് കറി നല്ല ഗ്രേവി ആയിട്ടുണ്ട്. ഇനി മസാലയിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 2 വിസിലാകുമ്പോഴത്തേക്ക് തന്നെ ഗ്രീൻ പീസ് ഇതുപോലെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വേവ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിസിലൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിനെ ഈ മസാലയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇതിപ്പോൾ രാത്രിയെ കുതിർത്തെടുത്ത ഗ്രീൻ പീസ് ആയതുകൊണ്ടാണ് ഇതുപോലെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും വെന്തിട്ട് ഗ്രീൻ പീസ് വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു വിസിലൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഈ മസാലക്കറി അല്പം ലൂസായിട്ടാണ് കാണുന്നുള്ളത്. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു കറി തണുത്ത് വരുന്ന സമയം കൊണ്ട് ഇത് നല്ലോണം തിക്കായി വരും. നല്ല കുറുകി ചാറൊക്കെ കുറുകി നല്ലൊരു തിക്നെസ്സായിട്ട് ഈ ഒരു കറി ഉണ്ടാവും. ഇപ്പോൾ ചൂടോട് കൂടിയിട്ടാണ് ഇതിങ്ങനെ കാണുന്നുള്ളത്. ഇനി ഇതിലേക്ക് അല്പം മല്ലിയുടെ കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഇന്നത്തെ ഗ്രീൻ പീസ് കറി റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഗ്രീൻ പീസ് മസാലക്കറിയാണ്. ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.